മൂത്ത മേൻ്റെ പേര് ആഞ്ചലോ ജോഷി. അവൻ 10ാം ക്ലാസ്സിൽ പഠിക്കണേ. അവൻ ഇച്ചിരി ഷൈ ആണ്. എല്ലാത്തിനെ കുറിച്ചുള്ള അറിവുണ്ട്. ഇപ്പോൾ പ്രത്യേക പുസ്തകത്തിൽ നിന്നുള്ള അറിവിനേക്കാൾ കൂടുതൽ അവന് അത് എല്ലാവരുമായിട്ട് ഇടപഴകി ഷൈ ആണ്. എന്നാലും എല്ലാത്തിനെ കുറിച്ച് അറിയാം. പിന്നെ ഒന്നിലും കയറി അങ്ങോട്ട് മൂത്തവൻ്റെ നേരെ ഓപ്പോസിറ്റാണ് രണ്ടാമത്തെ. മൂത്തവനെ എല്ലായിടത്തേക്കും മുന്നോട്ട് കയറ്റണം. രണ്ടാമത്തവൻ എങ്ങനെയാ വെച്ചാൽ രണ്ടാമത്തവൻ എവിടെ ഉണ്ടായാലും 10 ആൾക്കാർ കൂടും. അവൻ ഇത്തിരി പെരുവരിപ്പ് കൂടുതലാണ്. മൂന്നാമത്തെ ആള് പെട്ടെന്ന് വിഷമം തട്ടുന്ന ടൈപ്പാണ്. ഭയങ്കര സ്നേഹമാണ്. രണ്ടാമത്തെ ആൾക്കും ഭയങ്കര സ്നേഹമാണ്. മൂന്നാമത്തെ ആൾക്കും ഭയങ്കര സ്നേഹം എന്ന് ഉദ്ദേശിച്ചത് എല്ലാവരും സഹായിക്കാൻ ഭയങ്കര പരസ്നേഹിയാണ്. നാലാമത്തെ ആള് നാലാമത്തെ പെൺകുട്ടിയാണ്, എസ്തർ ജോഷി. 4 വയസ്സായിട്ടുള്ളൂ. അപ്പൊ ഇവള് വന്നപ്പോ ഞാൻ വിചാരിക്കും അവളാണ് മൂത്തതെങ്കിൽ അവള് മൊത്തം കുടുംബം നോക്കിയാണ്. വെച്ചാൽ എല്ലാത്തിനും ഒരു അടക്കം ചിട്ടിയുണ്ട്. പിന്നെ ചേട്ടന്മാരുടെ അടുത്ത് ചേട്ടന്മാർക്ക് അങ്ങനെ ചെയ്യടാ ഇങ്ങനെ ചെയ്യടാ. വീട്ടിലൊരു കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൃത്യതയോടുകൂടി നോക്കുന്നത് ഇപ്പൊ 4 വയസ്സായിട്ടുള്ളൂ അവളാണ്. എൻ്റെ രണ്ടാമത്തെ പേരുടെ പേര് ആൻഗസാണ്. അപ്പം ഞാൻ കല്യാണത്തിന് മുമ്പ് ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു കാര്യമാണ്, ദൈവമേ എനിക്ക് കുറുമ്പന്മാരായ മക്കളെ തരണമെന്ന്. ദൈവം എന്തുകൊണ്ടോ ഒരു പ്രത്യേക അനുഗ്രഹമായിട്ട് എനിക്ക് വന്ന 4 മക്കൾ എന്ന് പറഞ്ഞാൽ ഈ ഭൂലോക കുറുമ്പന്മാരാണ്. അങ്ങനെ രണ്ടാമത്തവൻ്റെ ഒരു ആംഗസ്. അവൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ ഒരു ദിവസം ക്ലാസ് PTA പോയി. ഇപ്പോൾ ടീച്ചറെ ഞങ്ങൾ വിളിച്ചിട്ട് ആ ടീച്ചർ പറഞ്ഞ ഡയലോഗ് ഇതാണ്, എൻ്റെ പൊന്നും കുരിശേ ഇതുപോലൊരു കുറുമ്പ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു കുട്ടിക്കും കണ്ടല്ലെന്ന് പറഞ്ഞത്. ഞാൻ അവൻ്റെ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ബാക്കിയുള്ള പിള്ളേരൊക്കെ കസാരയും ഇരിക്കുമ്പോൾ മേശയും കൂടെ നടക്കിയിട്ട് എല്ലാ മേശയും അമ്മാരി കുറുമ്പാ. പക്ഷേ എന്ന് പറഞ്ഞാൽ അവനറിയാത്ത ആരുമായിട്ട് ആ സ്കൂളിലില്ല. ആളെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് അവനില്ലെങ്കിൽ വീട് ഉറങ്ങി എന്നുള്ളതാണ്. പക്ഷെ അവനുണ്ടായ ഞങ്ങളുടെ സകല സൗകര്യവും പോകും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനിങ്ങനെ വെറുതെ ഇപ്പം ഇളയ 2 പേരുടെ അവരവിടെ നിൽക്കുമ്പോൾ വെറുതെ അവരൊന്ന് ഞോണ്ടിട്ട് പോകും. പിന്നെ അവർ കരയും. പിന്നെ നമ്മ അത് തീർക്കാതെ നിൽക്കണം. അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പം എനിക്ക് കിട്ടിയ 4 മക്കൾ നല്ല കുടുംബന്മാരാ. അവർ പഠിക്കാൻ അത്ര വലിയ ബ്രൈറ്റ് ഒന്നുമല്ലെങ്കിലും അവരെ ഒരു ആവറേജ്. എന്നാലും അവരെനിക്ക് തോന്നുന്നു ഇപ്പം എൻ്റെ കൂടെ തന്നെ പണിക്ക് സഹായിക്കാൻ ഞാൻ 2 പേരെയും കൊണ്ടുപോകാറുണ്ട് സൈറ്റ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കഷ്ടപ്പാടും അറിയിച്ചും നമ്മൾ വളർത്തണേ. കാരണം അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ അവർ പല സ്ഥലത്തും പോകുമ്പോൾ പലരും അവരെ പരിചയപ്പെടുന്നുണ്ട്. അപ്പം എൻ്റെ കൂടെ സഹായിക്കാൻ ആരെന്ന് ചോദിക്കുമ്പോൾ തന്നെ മോനാണ്. കാരണം എൻ്റെ പണിയെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള പണിയല്ല, ജസ്റ്റ് അവരൊന്ന് പിടിക്കേണ്ട കാര്യം തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ അവരെ കൊണ്ടുപോകും. പിന്നെ എനിക്ക് മാത്രമല്ല, എനിക്ക് മക്കളെ എൻ്റെ കൂടെ നിൽക്കാൻ പറഞ്ഞാൽ അത്രയും സന്തോഷമാണ്. അപ്പോൾ എനിക്ക് അവരായിട്ട് ഞാനും ഒരു പണി കഴിഞ്ഞാൽ നേരെ എൻ്റെ കുടുംബത്തിലേക്ക് വരണേ. എനിക്ക് വേറെ എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, അങ്ങനൊരു ഇതിലാണ്. വേറെ പുറത്തൊരു ചുറ്റുപാടുമായിട്ട് എനിക്ക് വലിയ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. കാരണം ഞാൻ രാവിലെ പോകുന്നു, വൈകിട്ട് തിരിച്ച് വീട്ടിൽ വരുന്നു, അല്ലെങ്കിൽ വീട്ടിൽ കാലത്തൊട്ട് വൈകുന്നേരം വരെ ഞാൻ വീട്ടിലുണ്ടാവുന്നു. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ മക്കളെ കൊണ്ടുപോകുന്നു. അപ്പോൾ മക്കളെ കൊണ്ടുപോകുമ്പോൾ പലരും പറയാറുണ്ട്, നിനക്ക് എത്ര മക്കളാണ്? അപ്പോൾ ഞാൻ പറയും 4 മക്കളാണ്. അപ്പോൾ ഇതേമാതിരി നിനക്ക് മക്കളെയൊക്കെ സഹായിക്കാൻ നിൻ്റെ മക്കൾ നിൻ്റെ കൂടെ വരുമെന്ന് പറയാൻ വലിയ അത്ഭുതം എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും മക്കളെ അവരെ പങ്കാളികളാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുക്കളയിലായാലും അവർക്ക് ഒന്നും അവരെ ഇനി ഒരു ഇതില്ല, ഒരു പരിഗണനയില്ല. എല്ലാ കാര്യങ്ങളും ഞങ്ങളെല്ലാവരും കൂടി എല്ലാ കാര്യങ്ങളിലും പങ്കാളിത്തത്തോടെ മുന്നോട്ട് പോകുന്നത്. കല്യാണത്തിന്റെ തലേ ദിവസം എന്നെ ഫോൺ ചെയ്തപ്പോൾ എനിക്ക് 5 മക്കളെ വേണം എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞായിരുന്നു. അപ്പം എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് കുട്ടികളെ ഇഷ്ടം, കുടുംബത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യനാണല്ലോ എനിക്ക് ദൈവം തരുന്നത്. ഒരുപാട് സന്തോഷമായി. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ തൊട്ട് എനിക്ക് കുഞ്ഞുങ്ങളെ വരെ ഇഷ്ടമാണ്. കാരണം ഞാൻ ജനിച്ചു വളർന്നത് 5 മക്കളുടെ ഒരു കുടുംബത്തിലാണ്. അതിലെ ഏറ്റവും ഇളയ ആളിന്. അങ്ങനെ എൻ്റെ അപ്പനും അമ്മയും കൂലിപ്പണിയൊക്കെ എടുത്തിട്ടാണ് ഞങ്ങളെ വളർത്തിയിരുന്നത്. അപ്പോൾ അപ്പൻ പള്ളിയുടെ നടത്തിപ്പുകാരായിരുന്നു, അമ്മ പള്ളിയിൽ ജോലി ചെയ്യുന്നു. അപ്പനും രാവിലെ ചെറുപ്പത്തിൽ അങ്ങോട്ട് പോകുന്നു. ഞങ്ങളുടെ ചേട്ടന്മാരോ നേരത്തെ ആളെ എന്തായാലും ചേട്ടന്മാർ തന്നെ നോക്കണല്ലോ. അങ്ങനെ വളർന്നു വന്നു. അപ്പോൾ ചെറുപ്പത്തിൽ പിന്നെ ചേട്ടന്മാർക്ക് 3 മക്കളുണ്ട്. അപ്പോൾ പിന്നെ എനിക്കും കുഞ്ഞുങ്ങളോട് അവരെ ചെറുപ്പത്തിലുള്ള കളിയും ചിരിയെ കണ്ടപ്പോൾ എനിക്ക് കുഞ്ഞുങ്ങളോട് ഭയങ്കര ഒരു പ്രത്യേക ഇതായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു, കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മിനിമം ഒരു 5 മക്കളേലും വേണം. അങ്ങനെയാണ് ഞാൻ ഈ തീരുമാനത്തിലേക്ക് വന്നത്.